അങ്ങനെ അലീന ബാലചന്ദ്രമേനോനെ ഫോൺ ചെയ്യുകയായിരിക്കും കേട്ടോ. അച്ഛൻ കുടിച്ച് വീട്ടിലേക്ക് വന്ന വിവരമൊക്കെ കൃഷ്ണമോള് പറഞ്ഞ് അലീന അറിഞ്ഞിട്ടുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അച്ഛൻ ഇനി കുടിക്കരുത് കേട്ടോ, കുടിക്കാൻ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു ഈച്ച പറഞ്ഞാലും ഞാൻ അറിയും. ഈ സംഭാഷണം കേട്ടുകൊണ്ടാണ് കേട്ടോ സ്റ്റാൻലി വരുന്നത്. അപ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് പോരണ്ടായിരുന്നു. ഇവിടുത്തെ രാജകുമാരിയായി ജീവിക്കുന്നതിനെക്കാട്ടും അവിടുത്തെ വേലക്കാരിയായി ജീവിക്കുന്നതാ എനിക്കിഷ്ടം. പുറമേ നിന്ന് നോക്കുന്ന പോലെയല്ല, ഇതൊരു വീടല്ല. ഇവിടെ ഞാനൊരു കോണില്, പപ്പയാണെങ്കിൽ വേറൊരു കോണില്. 3-4 ജോലിക്കാര് പെരുച്ചാഴികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. ഇത് കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് നല്ല വിഷമം തോന്നി. തൻ്റെ മകൾക്ക് ഈ വീടും പരിസരവും മാത്രമല്ല തന്നെയും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. ഉടനെ ശബ്ദമുണ്ടാക്കി സ്റ്റാൻലി അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സ്റ്റാൻലിയെ കണ്ടതും അലീന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. മേനോനായിരുന്നല്ലേ ഫോണിൽ നിന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അയാൾക്ക് നിന്നോട് വലിയ വാത്സല്യമാണല്ലേ? അതെ എന്ന് അലീന മറുപടി പറയുന്നുണ്ട്. എനിക്കറിയാം, സ്വന്തം മോളെ പോലെയാണ് നിന്നെ കാണുന്നതെന്ന് മിസ്റ്റർ മേനോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത്ര പോരല്ലേ? എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെയായിപ്പോയി. നല്ലൊരു പപ്പയാവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അലീനയ്ക്കും സങ്കടമായി. നീ എന്തുകൊണ്ടാ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി. ഫാസ്റ്റിംഗ് ആണെന്ന് അലീന മറുപടിയും പറയുന്നുണ്ട്. ഫാസ്റ്റിംഗ് ഒക്കെ ഹെൽത്തിന് നല്ലതാണെന്ന് പറയെങ്കിലും നീ ആകെ വാടിപ്പോയെന്ന് പറഞ്ഞ് സ്റ്റാൻലി അവിടെ നിന്ന് പോകുന്നുണ്ട്. താൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പപ്പയ്ക്ക് വിഷമമായെന്ന് അലീനയ്ക്ക് മനസ്സിലായി. മഴത്തോരു മുംബൈ സീരിയലിൻ്റെ നോവൽ ബേസ്ഡ് സ്റ്റോറി ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.